കാക്കാത്തി ഒരു വേദനയാണ്, ഒരു പെണ്ണിന്റെ വേദനയുടെ പ്രതിരൂപം. നാടൻ ശീലുകളിലൂടെ കഥ പറയുന്ന കാക്കാത്തി ആടിയും പാടിയും നടിച്ചും മനുഷ്യന്റെ പച്ചയായ ജീവിതം തുറന്നു കാട്ടുന്നു. ഞങ്ങൾ ആരംഭിക്കുന്നു. കാക്കാത്തി 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 കാക്കാത്തി. കഥകളല്ല ഇത്, കഥകളല്ല, ചേലേഴും നിറമുള്ള കഥകളല്ല. കണ്ടും കേട്ടും കണ്ണും കാതും നിലച്ചു പോയൊരു നേർക്കാഴ്ച, നിറവിന്റെ നിറം കെട്ട നേർക്കാഴ്ച, നിറവിന്റെ നിറം കെട്ട നേർക്കാഴ്ച. തിരിയുന്ന കാലചക്രം ചവിട്ടി, തിരിയുന്ന കാലചക്രം ചവിട്ടി, നാടുകൾ ചുറ്റുന്നു നാടോടികൾ. കാതങ്ങൾ താണ്ടി ഒരു ദേശത്ത് നിന്ന് മറ്റൊരു ദേശത്തേക്ക് എത്തുമ്പോ അത് നമ്മുടെ ദേശമായി മാറുന്നു. ഇനി കുറച്ചു നാളത്തേക്ക് ഈ മണ്ണാണ് നമ്മുടെ പോറ്റമ്മ. പൗർണമിയിലെ നിലാവിന്റെ പൊൻവെളിച്ചം, ആരെയും കുളിരണിയിക്കുന്ന കാറ്റിന്റെ ഇളം തലോടൽ, പിന്നെ പ്രകൃതിയുടെ താളത്തിൽ പക്ഷികളുടെ കളകളനാദം. ഹോ, ഈ ഭൂമി എത്ര സുന്ദരമാണ്! അതിന്റെ മക്കളായ നമ്മൾ എത്ര ഭാഗ്യവാന്മാരാ! മൂപ്പരേ, മൂപ്പരേ. എന്താ പെണ്ണെ? അതേ, ഞാനൊരു കാര്യം പറഞ്ഞ എന്നോട് ദേഷ്യപ്പെടുവോ? അത് കാര്യം കേട്ടാലല്ലേ പറയാൻ പറ്റൂ. ദേഷ്യം വരുന്ന കാര്യമാണെങ്കിൽ സംശയം വേണ്ട, ദേഷ്യപ്പെടും. എന്നാ വേണ്ട, ഞാൻ പറയണില്ല. പറയ് പെണ്ണേ, ഈ മൂപ്പര് നിന്നോട് എന്തെങ്കിലും ദേഷ്യപ്പെട്ടിട്ടുണ്ടോ? എന്നാ ഞാൻ പറയാം. ഈ മൂവന്തി നേരത്ത് മുളകിട്ട് വറ്റിച്ച മീൻകറി കഴിക്കാൻ തോന്നണത് തെറ്റാണോ? എന്ത് തെറ്റ്? നിന്റെ ഒരാഗ്രഹമല്ലേ? സ്വപ്നം കാണുന്നതിൽ യാതൊരു തെറ്റുമില്ല. മൂപ്പരേ, സ്വപ്നം കാണാനല്ല. അതെ, വരുന്ന വഴിയില് അല്പം മാറി ഒരു കുളം കണ്ടില്ലേ? അതിൽ നിറയെ മീനുണ്ട്. നമ്മുടെ കയ്യിൽ ചൂണ്ടയുണ്ടല്ലോ. വാ, എനിക്ക് കൊതിയായിട്ടല്ലേ. എന്റെ പെണ്ണിന്റെ ഒരാഗ്രഹമല്ലേ, അതൊരു തെറ്റല്ല. സ്വപ്നം കാണുന്നത് തെറ്റല്ല. മൂപ്പരേ, പക്ഷേ മത്തായി മുതലാളി പൈസ മുടക്കി തുടങ്ങിയ മീൻ വളർത്തു കുളത്തിൽ നിന്ന് ചൂണ്ടയിട്ട് മീൻ പിടിക്കാന്ന് പറഞ്ഞ അത് തെറ്റാ. ദൈവം പോലും പൊറുക്കാത്ത തെറ്റ്. ഇനിയിപ്പോ ദൈവം പൊറുത്താലും ഈ അപ്പുണ്ണി പൊറുക്കില്ല. കാരണം ആ കുളത്തിന്റെ കാവൽ ഈ അപ്പുണ്ണിക്ക. അയ്യടെ മൂപ്പരെ പറ്റിക്കാന്ന് വിചാരിച്ച. ക്ഷമിക്കണം നാട്ടുകാരാ, ഞങ്ങൾക്ക് ഒരബദ്ധം പറ്റിയതാ. ഞങ്ങള് കള്ളന്മാരൊന്നുമല്ല. ദേശങ്ങൾ തോറും പാമ്പുകളി നടത്തുന്ന പാവം നാടോടികളാ ഞങ്ങള്. എടി പെണ്ണേ, ഇനി എങ്ങാനും ഇത്തരത്തിലുള്ള സ്വപ്നം കണ്ടാല് മൂപ്പര്, ഇനി ഞാൻ ഇങ്ങനെയൊന്നും സ്വപ്നം കാണില്ല. പെങ്ങള് സ്വപ്നം കണ്ടോ? പണം കൊടുക്കാതെ നമ്മൾ പാവങ്ങൾക്ക് സന്തോഷിക്കാനുള്ള ഏക വഴി സ്വപ്നമാണല്ലോ. അതുകൊണ്ട്
ഈ അപ്പുണ്ണി ആരുടെയും സ്വപ്നങ്ങൾക്ക് തടസ്സമാകുന്നില്ല. താതാം തക താതക തകതൈ സ്വപ്നങ്ങൾ മർത്യന് 1000 സ്വപ്നങ്ങൾ. തെയ്യോം തകതൈതോം തകതൈ സ്വപ്നങ്ങൾക്ക് ചിറക് മുളച്ച് അങ്ങ് ദൂരെ ആകാശവിധാനത്തിൽ പറന്നിടണം. അങ്ങുയരെ കാടും മേടും മലയും കുന്നും കടന്ന് ഉയരെ അങ്ങുയരെ. മൂപ്പരെ കൂടുതൽ ഉയരത്തിൽ പറഞ്ഞാലേ വീഴ്ചയുടെ ആക്കം കൂടും. പിന്നെ നിലത്ത് വീണ് നട്ടലൊടി പറഞ്ഞില്ലെന്ന് വേണ്ട, നിലത്ത് നിൽക്കാൻ നോക്കുക. എനിക്ക് കൂടുതൽ ഉയരത്തിലൊന്നും പറക്കണ്ട. ഇതേ അടുത്ത ആള് താഴേക്ക്, അങ്ങ് താഴെ കടലിന്റെ അടിത്തട്ടിൽ ചിപ്പിയും പവിഴപ്പുറ്റുകളും എല്ലാം ഉള്ള കടലമ്മയുടെ വിരിമാറിലേക്ക്. അവിടെ എന്ത് രസമായിരിക്കും! കുറേ മീനുണ്ടാകും, ചാള, അയല, കിളി. കൊഴുവ പറഞ്ഞില്ല. ഹോ, എന്റെ ദൈവമേ, ഇവളുടെ ഒടുക്കത്തൊരു മീൻകൊതി. അടുത്ത ജന്മത്തിലെങ്കിലും ഇവൾ ഒരു അരോധ്യയാക്കണേ. പെങ്ങളെ, ഇനി ഈ സ്വപ്നക്കെട് മതിയേക്ക്. എന്നാ ശരിക്കും മുളക് അരച്ച് വെച്ച നല്ല നാടൻ പിലോപ്പി. ഇതെവിടുന്നാ? പെങ്ങളെ, അപ്പം തിന്നാ പോരെ? അപ്പോ ഇനി അപ്പം ഉണ്ടോ? എന്റെ വേണ്ട, ഞങ്ങൾ കോഴി എണ്ണണില്ല. മീൻ കഴിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷേ മുള്ളു ഇവിടെ ഇടാൻ പാടില്ല. മത്തായി മുതലാളിക്ക് പട്ടിയുടെ മൂക്ക മണം പിടിച്ചതെങ്ങാനും കണ്ടുപിടിച്ചാൽ എന്നെ വെട്ടി നുറുക്കി പിലോപ്പിക്ക് തീന് കൊടുക്കും. ആ, അപ്പൊ ഇത് മോഷ്ടിച്ചതാണല്ലേ? അതായിരിക്കും ഇത്ര രുചി. ഇതെങ്ങനെ മോഷണമാകും? ഇത് എന്റെ നോക്കുകൂലിയാ. ആഹാ. നോക്കുകൂലിയോ? ആ, ഇവിടെ അങ്ങനെയാ. ഒരു പണിയും എടുക്കാതെ നോക്കി നിൽക്കുന്നവനും ഇവിടെ കൂലിയുണ്ട്. ഇവിടെ അങ്ങനെ തന്നെയാ. ആ, നേരെ ഒരുപാട് വൈകി. രാവിലെ നേരത്തെ എഴുന്നേൽക്കണം. പിന്നെ മൂപ്പരും പെങ്ങളും നേരത്തെ കിടന്ന് ഉറങ്ങാൻ നോക്കിയേ. ആ, ഉറങ്ങ. ആ, നോക്കി നീ പിന്നെയും ചിരിച്ചോണ്ടിരിക്കേ. താതാതക താതക തകതൈ തെയ്യോം തകതൈതോം തകതൈ താതാതക താതക തകതൈ തെയ്യോം തകതൈതോം തകതൈ താതാതക താതൈ തകതൈ തെയ്യോം തകതൈ തൈ തകതോ താതാതക താതൈ തകതൈ തെയ്യോം തകതൈ തൈ തകതോ താതാതക താതൈ തകതൈ തെയ്യോം തകതാതക തകതൈ താതാതക താതക തകതൈ തെയ്യോം തകതൈതോം തകതൈ താതാതക താതക തകതൈ തെയ്യോം തകതൈതോം തകതൈ തെയ്യോ തെയ്യോം തെയ്യോ തെയ്യോം തകതോ തെയ്യോം തകതോം 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 തോം ദൈ തെയ്യോം തകതൈ ദൈ ദൈ തെയ്യോം തകതൈ ദൈ ദൈ തെയ്യോം തകതൈ ദൈ ദൈ തെയ്യോം തെയ്യോം തകതൈ ദൈ തെയ്യോം തെയ്യോം തകതൈ 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 തകതൈ. ആ, കണ്ടതും കേട്ടതും ആടിയും പാടിയും നടിച്ചു കാട്ടാൻ. ആഹാ, തുടങ്ങിയോ? നീ ഏത് കഥയാ പറയണത്? താതാതകതയ്യക തകർന്നെയ്തും തെയ്യും തകതൈ തൈ തികർന്നെയ്തും താതാതകതയ്യക തകർന്നെയ്തും തെയ്യും തകതൈ തൈ തികർന്നെയ്തും കാക്കാത്തി പറയും നേരിൽ നേർക്കണ്ട കാഴ്ചകളെല്ലാം നാണയം കയ്യിലെടുത്താൽ ഇരുവശമുണ്ടതിനെന്നും ഒരു ഭാഗം ദാരിദ്ര്യത്തിൻ ദയനീയ കാഴ്ചയതെങ്കിൽ മറുഭാഗം സ്വാർത്ഥികൾ വാഴും ആർഭാട തീറ്റേം കുടിയും
തകതകതൈ. നാട്ടില് പൊങ്ങി വരുന്നു പൊങ്ങച്ച ഗോപുരമേടകൾ. ദുരിതങ്ങൾ എപ്പോഴെന്നും അന്യർക്കായെന്നു നിനയ്ക്കും. വിഡ്ഢികൾ വാഴും നിവിടം ഈ ലോകം തന്നെയതല്ലോ. തകതയ്യകതകൃതൈതും തെയ്യും തകതൈതൈതകൃതൈതും. തകതയ്യകതകൃതൈതും തെയ്യും തകതൈതൈതകൃതൈതും. മൂപ്പരെ ഇന്ന് തുടക്കം തന്നെ പൊടി പൊടിച്ചല്ലോ. ഹാ, ഇതുകൊണ്ട് പണം സമ്പാദിക്കാനല്ല, അന്നത്തെ ബിഷപ്പ് മാറ്റണം. അല്ലാതെ ഒരു തെണ്ടികളായ നമ്മക്ക് കൂടുതൽ പണം കിട്ടിയിട്ട് എന്തിനാ? ആ, പണം സമ്പാദിക്കാനാണെങ്കിൽ അതിനൊരു മാർഗം എനിക്കറിയാം. മന്ത്രിയാകണം. വെറുതെ പറയുന്നതല്ല, രാഘവ മാഷ് പത്രത്തിൽ വായിക്കണത് കേട്ടതാ. അതെ, ഇങ്ങോട്ട് വന്നേ. മന്ത്രിമാരുടെ വീട്ടിലെ പണം എണ്ണണം മിഷ്യനുണ്ട്, മനസ്സിലായ? ചങ്ങാതി, എത്ര സമ്പാദിച്ചാലും ഒരിക്കൽ മരിക്കണം. അന്നീ വെട്ടിപ്പിടിച്ചതൊന്നും കൊണ്ടുപോകാൻ നമുക്ക് പറ്റില്ല. പിന്നെ ഒരു പ്രധാന കാര്യം, എല്ലാറ്റിനും പടച്ചോന്റെ കോടതിയിൽ കണക്ക് പറയേണ്ടി വരും. മൂപ്പരേ, ഇങ്ങോട്ട് മാറി നിൽക്കടാ. എന്താ ഈ കാണിക്കണത്? വേണ്ട, എന്റെ അടുത്ത് കളിക്കണ്ട. കൂടുതൽ കളിച്ചാൽ ഞാൻ... നീ എന്തിനാടാ ഈ പാവങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണേ? എന്താ പ്രസാദേ, നിന്റെ മൊബൈൽ ക്യാമറ കൊണ്ട് നാട്ടുകാർ പൊറുതിമുട്ടിയല്ലോ. മാഷേ, എന്റെ കാര്യത്തിൽ ഇടപെടണ്ട. നിന്റെ അല്ല, നിന്റെ അപ്പന്റെ കാര്യത്തിൽ വരെ ഞാൻ ഇടപെടും. കാരണം നിന്റെ അപ്പൻ കുട്ടിക്കൃഷ്ണനെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അന്ന് നിന്റെ അപ്പന് കൊടുത്ത ചൂരൽ കഷായത്തിന്റെ ചൂട് ഇപ്പോഴും നിന്റെ അപ്പന്റെ തുടയിൽ കാണും. കുളിക്കുമ്പോ മൊബൈലിൽ ഫോട്ടോ എടുത്താൽ മതിടാ. ആ ഫോട്ടോ എന്നോടി ഒന്ന് കാണിച്ചു തന്നോട്ടോടാ. കാണിച്ചു തരാം, എല്ലാവരെയും ഞാൻ കാണിച്ചു തരാം. നിനക്ക് ഫോട്ടോ കാണണം അല്ലേടാ? അതുപോലെ നല്ല പാട് നിന്റെ തുടയിലും ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. ഒരു കുരുത്തം കെട്ടവനാ ഈ പ്രസാദ്. കഴിഞ്ഞ ദിവസം കുളക്കടവിൽ കുളിക്കുന്ന പെണ്ണുങ്ങളുടെ ഫോട്ടോ എടുത്തതിന് ആളുകളൊന്ന് പെരുമാറി വിട്ടതാ. എത്ര കൊണ്ടാലും പഠിക്കില്ല എന്ന് വെച്ചാ എന്ത് ചെയ്യാനാ? മാഷ ഒരു പ്രാവശ്യമോ ദിവസത്തിൽ ഒരെണ്ണെങ്കിലും കൊണ്ടാലേ അവന് ഉറക്കം വരൂ. മാഷേ, വളരെ നന്ദിയുണ്ട്. എന്നാ ഞങ്ങൾ അടുത്ത തെരുവിലേക്ക് പൊയ്ക്കോട്ടെ. മാഷേ, എന്ന് ഞാനങ്ങോട്ട് പോയിട്ട് ഇത്തിരി പണിയുണ്ട്. എന്തു പണി? എനിക്ക് ഉറങ്ങണം. ഉറങ്ങിയില്ലെങ്കിലേ എനിക്ക് ജലദോഷം വരും. നീ ഇവിടെ ഇരിക്ക, നമുക്ക് ഇത്തിരി വർത്തമാനം അറിഞ്ഞിരിക്കാന്ന്. അവിടെ ഇരിക്കാറ്. അല്ല പക്ഷേ ഈ ഞാൻ ഉറങ്ങിയില്ലെങ്കിലേ മരിച്ചു പോകും. ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞതാ. ഒന്നിരിക്ക പുണ്ണി. എന്റെ ദൈവമേ, കത്തി, കൊലക്കത്തി എന്നെ കൊല്ലുന്നു മതിച്ച്. അല്ല, ഈ കേശുനായരുടെ കടയിലെ കൊല ചെയ്ത ഒരു കത്തിയുടെ കാര്യം പറഞ്ഞ അതിപ്പോഴും ഓർമ്മ വന്നെനിക്ക്. അല്ല മാഷേ, ഇന്നെന്താ പത്രത്തിൽ വിശേഷം? ഒരുപാട് വാർത്തകൾ ഉണ്ടോ പുണ്ണി. പ്രധാന വാർത്ത, ഉദ്ഘാടനം ചെയ്യാനെത്തിയ മുഖ്യമന്ത്രിയെ ഒരു സംഘം ആളുകൾ കരിങ്കൊടി കാണിച്ചു. അല്ല മാഷേ,
സാധാരണ കരിങ്കൊടി മരിച്ച വീട്ടിലല്ലേ കെട്ടണത്? മരിച്ച ആളെ എന്താ നമ്മൾ വിളിക്ക? ശവം. അല്ലാതെ മോഹൻലാലിന് വിളിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ജനങ്ങൾ സൂചനാത്മകമായി കരിങ്കുടി കെട്ടണത്. ഇപ്പോ മനസ്സിലായോ പുണ്ണി? ഇതും ഉണ്ണിക്കത്ഭുതം ആഹ്ലാദം. നിയമസഭയിൽ കൂട്ടത്തല്ല്. ഹോ, മന്ത്രിയുടെ മുണ്ടഴിച്ചു. മാഷേ, അത് വായിക്കണ്ട. അത് ഞാൻ ടിവിയിൽ കണ്ടു. അതും ലൈഫ്. ലൈഫ് അല്ല പുണ്ണി, പിന്നെ ലൈവ്. ലൈവ് അത് തന്നെ. ഒരു സിനിമ കണ്ട പോലെ. തല്ലിന് തല്ല്, കടിക്ക് കടി, തെറിക്ക് തെറി, കോമഡിക്ക് കോമഡി, ചിരിക്ക് ചിരി. എന്റെ പൊന്നേ, കടി പിച്ച് മാന്ത്. അത് മാത്രമല്ല, പ്രേമം കരച്ചൽ കോമഡി. ആകെ മൊത്തം ഒരു വിജയ് സിനിമ കണ്ട പോലെയാ. ഒരു പുക മാത്രം. മാഷേ, ദേ പൗലോസച്ചായൻ. ഓ, വന്ന ആള്. ഗുഡ് മോർണിംഗ് രാഘവ. അപ്പുണ്യേ, ഗുഡ് മോർണിംഗ്. സുപ്രഭാതം. എന്നാ ഞാൻ പോട്ടെ മാഷേ. പുണ്ണിയുടെ നിക്ക്. അതാ മാഷിന് വർത്താനം പറയാൻ ഒരാളായല്ലോ. അതെ മാഷേ, കണ്ണീര് സീരിയലില്ലേ റീട്ടലക്ക, അത് തുടങ്ങാൻ സമയമായി മാഷേ. എന്റെ ദൈവമേ, ഇന്നെങ്കിലും ദീപ്തിക്ക് ഒരു കുട്ടി ഉണ്ടായി കണ്ടാ മതിയായിരുന്നു. ഓ മാഷ് ചിരിപ്പോണാൽ പോകട്ടും പോടെ. ശരി മാഷേ. ഇതെന്താ പൗലോസേ, നിന്റെ മുണ്ടെവിടെ? ഇതൊക്കെ ഇട്ടുകൊണ്ട് നടക്കാൻ നിനക്ക് നാണാവൂലേ പൗലോസേ? എന്താ രാഘവ, ചേരയെ തിന്നട നാട്ടിൽ ചെന്ന നടുക്കഷ്ണം തിന്നണോന്നല്ലേ? ഇതാണ് ന്യൂജൻ സ്റ്റൈൽ. നിനക്ക് വിവരവും വിദ്യാഭ്യാസവും ഉള്ളതല്ലേ പൗലോസേ? കളസോട്ട് മുടിയും താടിയും നീട്ടി വളർത്തിയ ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന പിള്ളേരുണ്ട്. മദ്യവും കഞ്ചാവും വലിച്ചു കയറ്റി സദാചാരം കാറ്റിൽ പരത്തുന്നതല്ല പുതിയ ജനറേഷൻ. തലമുറകൾ തമ്മിൽ വ്യത്യാസം ഉണ്ടാകേണ്ടത് അറിവിലും പുരോഗതിയിലുമായിരിക്കണം. ശാസ്ത്ര സാങ്കേതിക വിദ്യ പുരോഗമിച്ചതുകൊണ്ട് മാത്രമായില്ല, അതിന്റെ ശരിയായ ഉപയോഗമാണ് തലമുറയെ വിലയിരുത്തുന്നത്. ഒരു 2 മിനിറ്റ്, ഞാനൊരു മുണ്ടെടുത്തോണ്ട് വരാം. ബെർമുഡ ഇടുന്നത് ഇത്ര വലിയ തെറ്റാണെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്താ രാഘവോ? മൊബൈലിന്റെ മുമ്പിൽ തലകുനിച്ച് നടക്കുന്ന ഒരു തലമുറയോടുള്ള രോദനമാ. പാടവരമ്പും തോടുകളും കവിതയും നോവലുകളും തലപ്പന്ത് കളിയും നാടകങ്ങളും വായനശാലകൾ, പുസ്തകങ്ങൾ, അങ്ങനെ എന്തെല്ലാമാണ് ഈ തലമുറയ്ക്ക് അന്യം നിന്ന് പോകുന്നത്. ഇതെല്ലാം എനിക്കറിയാടോ രാഘവ. പഴയ നന്മകൾ മറന്നിട്ടോ നഷ്ടപ്പെട്ടു പോയിട്ടോ അല്ല. സിംഗപ്പൂര് ആവശ്യത്തിൽ കൂടുതൽ സമ്പാദിച്ച് ജീവിക്കാൻ മറന്നുപോയ എന്റെ മോനെ. അപ്പൻ മുണ്ടുടുക്കണത് പഴഞ്ചൻ. ഇത് കണ്ടോ, ഈ മൊബൈല് അവൻ വാങ്ങി തന്നതാ. സ്നേഹം കൊണ്ടല്ല, പത്രാസ് കാണിക്കാൻ. പുറത്ത് നിന്ന് ഒരു ചായ കുടിക്കണമെങ്കിൽ മരുമോളുടെ മുമ്പിൽ കുമ്പിടണം. പിന്നെ വീട്ടിൽ നിന്ന് തല്ലി പുറത്താക്കാത്തത് കുട്ടികളെ നോക്കാൻ ആയയായ അമ്മയും വീടിന് കാവലായി അപ്പനും. അതെല്ലാം പോട്ടെ പൗലോസേ. ഇല്ല, സങ്കടമില്ല. നമ്മൾ ജീവിക്കണത് മക്കളുടെ സന്തോഷത്തിന് വേണ്ടിയല്ലേ? മാതാപിതാക്കള് കോമാളിയാകുന്നത് മക്കൾക്ക് എന്നും സന്തോഷ. മാതാപിതാക്കള് കോമാളിയാകുന്നത്
മക്കൾക്ക് സന്തോഷമെങ്കിൽ അവര് സന്തോഷിക്കട്ടടാ രാഘവ, സന്തോഷിക്കട്ടെ. കടന്നു വരൂ. ആർക്കും വാങ്ങാം, എപ്പോ വേണേലും വാങ്ങാം. മാഷിന് വാങ്ങാം, അച്ചായനും വാങ്ങാം. ഒരു കേരള സർക്കാർ സംരംഭം, കാരുണ്യ ലോട്ടറി. മടികൂടാതെ കടന്നു വരൂ. അച്ചായ വരൂ, മാഷെ വരൂ. പ്രൊപ്പറേറ്റർ ഷിബു. എനിക്ക് വേറെ ബ്രാഞ്ചുകളില്ല. ഭാഗ്യം ഭാഗ്യം ഭാഗ്യം, നാളത്തെ ഭാഗ്യം നാളത്തെ ഭാഗ്യം. കടന്നു വരൂ, കടന്നു വരൂ, കടന്നു വരൂ. ഭരിക്കുന്ന സർക്കാരിന് ജനങ്ങളോടുള്ള ഒരേ ഒരു കാരുണ്യം, കാരുണ്യ ലോട്ടറി. പോലീസേ, സൂര്യൻ ഉച്ചയിലെത്താറായി. എന്നാ ഇനി നാളെ കാണാം. എന്തോരം സൗരോർജ വെറുതെ നഷ്ടപ്പെടുന്നത്. ഇതൊക്കെ വൈദ്യുതി ആക്കിയ ഈ നാട് രക്ഷപ്പെടും. ഈ ചിന്തയാ നമ്മുടെ രാഷ്ട്രീയക്കാരുടെ മുഴുവൻ സമാധാനം കിടത്തിയത്. ഇപ്പൊ സൗരോർജം എന്ന് പേര് കേട്ട ഏതാണ്ട് ഇക്കളി പുസ്തകത്തിന്റെ പേര് കേൾക്കണ പോലെയാ. രാഘവോ, ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ മറന്നു. എന്താ പൗലൂസേ? ഞാനേ നമ്മുടെ കൂടെ 7ാം ക്ലാസ്സിൽ പഠിച്ച സൗദാമിനിനെ കണ്ടു. നന്നായി മെലിഞ്ഞ് വെളുത്ത് കവളിൽ നുണക്കുഴിയുള്ള നമ്മുടെ സൗദാമിനി. എവിടെ വെച്ച് കണ്ടു? ഫേസ്ബുക്കില്. ഞങ്ങളിപ്പോ ഫേസ്ബുക്ക് ഫ്രണ്ട്സാ. നീയും ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് അങ്ങോട്ട് തുടങ്ങി. ഞാൻ പേരക്കുട്ടിയോട് പറഞ്ഞ് ശരിയാക്കി തരാം. നമുക്ക് നമ്മുടെ പഴയ ചങ്ങാതിമാരെല്ലാം ഇടയ്ക്ക് ഇതില് കാണാലോ. ഇടയ്ക്കൊന്ന് കണ്ണടച്ച് ചങ്ങാതിമാരുടെ മുഖവും ഓർമ്മകളും ഹൃദയത്തിൽ കാണുന്നതിന്റെ സുഖമൊന്നും നീ പറഞ്ഞ ഫേസ്ബുക്കിൽ കിട്ടില്ല. ഉവ്വ ശരി, സമയം വൈകി. മരുമോള് വഴക്ക് പറയും. നാളെ കാണാം. ചെല്ല്. എന്താ മോളെ ഇങ്ങനെ? എനിക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റുമോ? അങ്ങനെയൊന്നും തരാം. പിന്നെ നീ എനിക്ക് അയച്ചു തന്ന ആ ഫോട്ടോകൾ എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ ഇൻ്റർനെറ്റിലൊന്ന് ഇട്ടാലുണ്ടല്ലോ, വിത്തിൻ സെക്കൻഡ്സ് ലോകം മുഴുവൻ അത് കണ്ട് ആസ്വദിക്കും. അയ്യോ, മോള് പേടിച്ചോ? ചേട്ടൻ ചുമ്മാ പറഞ്ഞതല്ലടാ, ഓട്ടടാ. നിന്റെ കാമക്കണ്ണുകൾ ഞാൻ ചൂഴ്ന്നെടുക്കും. അവിടെ നിൽക്കണ, ഇങ്ങോട്ട് മാറി നിൽക്കാൻ. നിന്നെ പോലുള്ള കഴുകന്മാരെ കൊത്തി നുറുക്കാനാടാ എന്റെ കയ്യിൽ അരിവാള്. ഇങ്ങോട്ട് മാറി നിൽക്കണ. ഇവനെ ഞാൻ ഇന്ന് കൊല്ലും. എനിക്ക് ഇവനെ കൊല്ലണം. നെറികേട് കാണിക്കുന്നവന്റെ കഴുത്തിൽ അരിവാള് വയ്ക്കാൻ ആരാടാ എന്നെ പറഞ്ഞയച്ചേ? ആരാ പറഞ്ഞയച്ചേന്ന്? നെറികേട് കാണിച്ചിട്ടില്ല. കുങ്കുമം പൂശി നിത്യവും അരിവാള് ദേവിയുടെ കാൽ കീഴിൽ അർപ്പിക്കണത് എന്തിനു വേണ്ടിയാടാ? ആഗ്രഹം കിട്ടാൻ, അല്ല അനുഗ്രഹം കിട്ടാൻ. അരിവാള് അല്ലേ? അല്ല, മൂർച്ച കൂട്ടാൻ. ഇനി മൂർച്ചയുണ്ടെങ്കിലേ ഒറ്റ വെട്ടിന് തല കഴുത്തിൽ നിന്ന് അറ്റുപോകും. എന്റെ ദൈവമേ, എന്നെ രക്ഷിക്കണേ. അയ്യോ, നെറികേടിന്റെ മക്കളുടെ കഴുത്തിലെ ചോര കൊണ്ട് പെണ്ണിന്റെ കളങ്കങ്ങൾ കഴുകി വെളുപ്പിക്കും എന്റെ ദൈവങ്ങളെ. മുത്തമ്മയ്ക്ക് മുറുക്കാനായി ദിവസവും ചുണ്ണാമ്പും വെട്ടി അടയ്ക്കും പോയിലൊക്കെ തരുന്നത് ആരാ? ഈ അപ്പുണ്ണി. എന്നിട്ട് അരിവാളിന്റെ മൂർച്ച എന്റെ കാര്യത്തിൽ തന്നെ നോക്കണോ?
അപ്പുണ്ണി, നിന്റെ തല ഈ കഴുത്തിനൊരു ഭംഗിയല്ല. അത് നേരെ. എൻ്റെ അമ്മേ. അയ്യോ. അപ്പുണ്ണിയെ, നെറികേടിന്റെ മക്കളെ കണ്ട എന്നെ അറിയിക്കണം. കഴുത്തറക്കാൻ എനിക്ക് കൊതിയായി. അയ്യോ അയ്യോ. അരിവാട് നീക്കി പിടിക്ക്. ദേഹത്ത് തൊട്ടാൽ മുറിയും ചോര വരും മുത്തിയമ്മ. പ്രാർത്ഥനയ്ക്ക് സമയമായതുകൊണ്ട് ഞാനിപ്പോ പോകുന്നു. നെറികേടിന്റെ മക്കളെ കണ്ട അപ്പ എന്നെ അറിയിക്കണം. നിയമസഭയിൽ ചെന്നാ മതി, അവിടെ ഇഷ്ടം പോലെ കിട്ടും. പോയിക്കോ പോയിക്കോ, ഞാൻ അറിയിക്കാം. നെറികേടിന്റെ മക്കളുടെ തല അറുക്കണം. ആ ചോര കുടിച്ചെനിക്ക് ദാഹം തീർക്കണം. നെറികേടിന്റെ മക്കളെയൊക്കെ തല ഞാൻ അറുക്കും. ആ ചോര ഞാൻ കുടിക്കും. മൂപ്പരെ മൂപ്പരെ. ഹാ, എന്താ പുണ്ണി, ഞാനല്ലേ നിന്റെ മുമ്പിൽ നിൽക്കണത്? എനിക്കൊരു സംശയം, എന്റെ കഴുത്തിന് മുകളിൽ തലയുണ്ടോ? അപ്പുണ്ണി, ഓ, ഇപ്പൊ പോയ അമ്മ ആരാ? അതാണ് മുത്തിയമ്മ. ചെറുതായിട്ട് ഭ്രാന്തുണ്ട്, പക്ഷേ ഇന്ന് വരെ ആരെ ഉപദ്രവിച്ചു കണ്ടില്ല. ആദ്യമായിട്ടാ ഇങ്ങനെ. മുത്തിയമ്മയ്ക്ക് ആരുമില്ലേ? എവിടെയാ അവരുടെ വീട്? മുത്തിയമ്മയ്ക്ക് വീടും വീട്ടുകാരും എല്ലാവരും ഉണ്ടായിരുന്നു. ചെറുപ്പത്തില് മുത്തിയമ്മയെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. ചെറുപ്പത്തിലെ ചെറിയ കുസൃതിക്ക് ഫലമായി ആരോ നേരത്തെ പറഞ്ഞില്ലേ, നെറികേടിന്റെ മക്കളെന്ന്, അങ്ങനെ ഒരുവൻ ഒരു സമ്മാനം കൊടുത്തു. ആ സമ്മാനം ആരും കാണാതെ മൂടി വെക്കാൻ പറ്റാത്ത ഒന്നായിരുന്നു. നിറവയറോടെ മുത്തിയമ്മയെ വീട്ടുകാർ ചവിട്ടി പുറത്താക്കി. അന്ന് തുടങ്ങിയതാ മുത്തിയമ്മയ്ക്ക് ഈ പ്രാന്ത്. അപ്പോ മുത്തിയമ്മയുടെ കുഞ്ഞ്? ആ കുഞ്ഞോ, ആ കുഞ്ഞാണ് അമ്മയുണ്ടായിട്ടും അനാഥനെ പോലെ ജീവിക്കുന്ന നിർഭാഗ്യവനായ ഈ അപ്പുണ്ണി. മൂപ്പിലെന്തിനാ സങ്കടപ്പെടണേ? അപ്പുണ്ണിക്കൊരു വിഷമല്ല. അപ്പുണ്ണി ജോലിക്കൊന്നും പോവാതെ ഇവിടെ കറങ്ങിത്തിരിയുന്നതേ എന്റെ മുത്തിമയെ എന്റെ കണ്ണെത്തും ദൂരത്ത് എപ്പോഴും കാണാനാ. കാരണം ഭ്രാന്തിയാണെങ്കിലും മുത്തിയമ്മ എന്റെ പെറ്റമ്മയാണ്. എന്റെ അമ്മ, എന്നെ നൊന്ത് പ്രസവിച്ചെന്റെ അമ്മ. പോട്ടെ, എല്ലാം പോട്ടെ. ഇനി ഇവിടെ നിന്നാ അപ്പുണ്ണി വീണ്ടും കരയും. അപ്പുണ്ണി കരയുന്നത് കാണാൻ ഒരു ഭംഗിയില്ല. അപ്പുണ്ണി, ഇങ്ങനെ ഒരു മോന് ലഭിച്ച അമ്മ ഭാഗ്യവതിയാണ്. പെണ്ണേ, ഞാൻ പോയി കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിയിട്ട് വരാം. എന്താ ഇത്? അയ്യോ, എനിക്കിത് കാണണ്ട, എനിക്ക് കാണണ്ട. പ്രസാദേ, എടാ പ്രസാദേ, പോകലടാ. എടാ ഒന്ന് നിൽക്കടാ, ഒരു കാര്യം പറയാനുണ്ട്. പ്രസാദേ, എടാ മത്തായിച്ചാനടാ. ഇതേതാ ഒരു കിളി? ഇനി അപ്പുണ്യെങ്ങാനും കല്യാണം കഴിച്ചോ? എന്തായാലും ഒന്ന് മുട്ടി നോക്കാം. അക്കര ഇക്കര നിന്നാലെങ്ങനെ ആശ തീരും, ആശ തീരും. ഹലോ, ചോദിക്കണോണ്ട് വേറെ ഒന്നും തോന്നരുത്. എന്താ പേര്? ഞാൻ മത്തായി. പൂത്ത കാശന്റെ കയ്യിലുണ്ട്. ആരെയും അകം വഴിഞ്ഞ് സഹായിക്കുന്ന ഒരു പ്രകൃതക്കാരനാ മത്തായി. നീ ഒന്നും മനസ്സ് വെച്ചാ നിന്നെയും സഹായിക്കും. എനിക്കറിയാം
ഇങ്ങട് വാടി പെണ്ണേ. ആൾക്കാർ കേൾക്കും. മിണ്ടലടി, മിണ്ടല്ലെന്ന് ആൾക്കാർ കേൾക്കുന്നു. ആകെ നാണം കെടുത്തുള്ളൂ. പെങ്ങളെ പെങ്ങളെ എന്താ എന്താ പറ്റിയേ? പറയ്, എന്താ പറ്റിയെന്ന് പറയാൻ. പെണ്ണേ, എന്താ എന്താ പറ്റിയേ? പറ പെണ്ണേ. ഒന്ന് പറ പെങ്ങളെ. പത്താഴ്ച എന്തിനാ എന്റെ പെങ്ങൾ കറിയണേ? പറ പത്താഴ്ച, പറ. എന്താ പെങ്ങളെ, എന്താ പറ്റിയ? പറ. അപ്പുണ്ണി, പെണ്ണ് കരയുന്നത് പെണ്ണിനോട് ചോദിക്കണം, അല്ലാണ്ട് മത്തായോടല്ല. സ്ത്രീ പീഡനം എത്ര വർഷ ശിക്ഷന്ന് മുതലാളിക്ക് അറിയാലോ. ജയിലിൽ പോയാ ഈ സ്വത്തൊക്കെ ആര് നോക്കി നടത്തും? കുളവും മീനും ഞാൻ നോക്കിക്കോളാം. അപ്പുണ്ണി, നീ ഒന്നിങ്ങ് വന്നേടാ. സത്യമായിട്ടും ഞാനൊന്നും ചെയ്തിട്ടില്ല. അതെനിക്കറിയാലോ. പിന്നെ നീ ഇതാരോടും പറയരുത്. നാ, ഇത് നീ വെച്ചോ. 1 2 3 4 5 ഇത്രേ ഉള്ളൂ. തേനാ, ഇതും കൂടി ഇരിക്കട്ടെ. ഓ, നാണക്കേട്. ആ മുതലാളി, ധൈര്യമായിട്ട് പോയിക്കോ. ആ പിന്നെ എനിക്ക് വിശക്കുമ്പോ 1-2 മീനെ ഞാൻ ചൂണ്ടിട്ട് പിടിക്കും. മുതലാളിക്ക് വിഷമമൊന്നുമില്ല. അയ്യോ, ഏയ്, അപ്പുണ്ണിക്ക് വിശന്നിട്ടല്ലേ 2 3 പിടിച്ചോ. നാറ്റിക്കരുത് പ്ലീസ്. അപ്പോഴേ എല്ലാവരും കേട്ടല്ലോ, പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചിട്ടുണ്ട്. ഇനി എല്ലാവരും അവരവരുടെ സ്ഥാനത്ത് പോയി കിടന്ന് ഉറങ്ങേ, എന്ത് വേണമെങ്കിലും ആയിക്കോ. ശരി, ഇനി ആരും ഒച്ചയും ബഹളം ഒന്നും ഇവിടെ ഉണ്ടാക്കരുത്. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. പെണ്ണേ, നീ എന്തിനാ കരയുന്നേ? ആ നോക്കിയേ, എന്റെ പെണ്ണിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അയില വറുത്തത്. എന്നിട്ട് കൈ കഴുകി ഭക്ഷണം കഴിക്കാൻ നോക്ക് പെണ്ണേ. അപ്പൊ ഭക്ഷണം ഉണ്ടല്ലേ? ആ ശിവു, നിന്റെ നാളത്തെ ഭാഗ്യം തീർന്ന. മുഖം കണ്ടിട്ട് നിന്റെ ഭാഗ്യം പോയതുപോലെ തോന്നുന്നുണ്ടല്ലോ. ശരിയാ, 10 വർഷമായിട്ട് എന്റെ കൂടെ ഉണ്ടായിരുന്ന എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യത്തിന് ഇപ്പൊ കാണാനില്ല. പുണ്ണി, എന്റെ രാശിമോൾ ഇന്ന് വൈകുന്നേരം മുതൽ കാണാനില്ല. ഇപ്പോ സമയം 8 മണിയായി. 4 മണിക്ക് ക്ലാസ് കഴിഞ്ഞ് വരേണ്ട കുട്ടിയാ. ഇതുവരെ വീട്ടിലെത്തിയില്ല പുണ്ണി, ഇതുവരെ വീട്ടിലെത്തിയില്ല. മോളെ, മോളെ എല്ലായിടത്തും അന്വേഷിച്ചോ? എല്ലായിടത്തും അന്വേഷിച്ചോ? ശിവു, മോളുടെ കൂട്ടുകാരുടെ വീട്ടിലൊക്കെ അന്വേഷിച്ചോ? ഇനി അന്വേഷിക്കാൻ ഒരിടവും ബാക്കിയില്ല പുണ്യെ, ഇനി ഒരിടവും ബാക്കിയില്ല. ദൈവമേ, എന്റെ മോള്, എന്റെ മോള്. ദൈവങ്ങളെ, ആ കുഞ്ഞിനൊരാപത്തും വരുത്താതെ കാത്തുകൊള്ളണേ എന്റെ ദൈവങ്ങളെ. ശിവു വീട്ടിൽ ചെല്ലുമ്പോ കുട്ടി വീട്ടിലുണ്ടാവും. രാജ്മോളെ എനിക്ക് നന്നായി അറിയാവുന്നതല്ലേ, ഇത്തിരി കുറുമ്പ് അവൾക്ക് കൂടുതലുണ്ടെന്നേ ഉള്ളൂ. അപ്പുണ്ണിയേ, ഇപ്പൊ എഴുന്നേറ്റുള്ളോ? പല്ല് കഴിച്ചു, മൂത്രം വെച്ച് വീണ്ടും കിടന്നു. പൗലോസ് അച്ചായന് നിർബന്ധമാണെങ്കിൽ 1/2 മണിക്കൂർ മുമ്പേ എഴുന്നേക്കമായിരുന്നു. മതിയാ, അല്ല മൂപ്പരെ, ഇന്ന് കളിയൊന്നുമില്ല. അല്ല മൂപ്പരെ, ഇന്ന് കളിയൊന്നുമില്ലേ? പെണ്ണിന് തീരെ സുഖമില്ല. ഇന്നലെ രാത്രി മുഴുവൻ കരയുന്നതാ. ഒന്ന് ഡോക്ടറുടെ അടുത്ത് വരെ പോണം. ഇന്നത്തെ ഭാഗ്യം, ഇന്നത്തെ ഭാഗ്യം, ഇന്നത്തെ ഭാഗ്യം ആർക്കും വാങ്ങാം, ആർക്കും വാങ്ങാം. നാളെയാണ്, നാളെയാണ്, നാളെയാണ്. ഇന്നത്തെ ഭാഗ്യം, ഇന്നത്തെ ഭാഗ്യം, ഇന്നത്തെ ഭാഗ്യം. ആ പുണ്യെ, ഒരു ഭാഗ്യം എടുക്കട്ടെടാ. ശിവു, കുട്ടിയെ കണ്ടോടാ? രാജ്മോള് വീട്ടിലേക്ക് വന്നോ? അവളെ കണ്ടു, പക്ഷേ വീട്ടിലേക്ക് വന്നില്ല. പോലീസേട്ടാ, ഒരു ലോട്ടറി എടുക്കട്ടെ.
ചത്ത് മരവിച്ച് കുളത്തിൽ പൊത്തിക്കിടക്കണത് ഞാനും കണ്ടു. ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോഴേക്കും വീട്ടിലേക്ക് കൊണ്ടുവരും. ആ പുള്ളിയെ ഞാൻ പോയി വീടൊന്ന് വൃത്തിയാക്കട്ടെ. എന്റെ മോള് വീട്ടിലേക്ക് വരുന്നതല്ലേ. ആ പുണ്ണി ഒരു ലോട്ടറി അങ്ങെടുക്കട. ഇതടിക്കോ പുണ്ണി, ഇതടിക്കും. മാഷേ അറിഞ്ഞോ നമ്മുടെ അറിഞ്ഞു, കണ്ടിട്ടാ വരുന്നേ. എന്താ ദൈവമേ, ആ കുട്ടി എന്തിനാ ഈ കടുങ്കൈ ചെയ്തത്? ആർക്കറിയാം, കാലമിതല്ലേ, ആർക്കും എന്തു വേണമെങ്കിലും സംഭവിക്കാം. വാ, നമുക്ക് ഷിബുവിന്റെ അടുത്തേക്ക് പോകാം. വരൂ. മക്കളുടെ തലയറുക്കണം, ചോര കുടിച്ച് ദാഹം തീർക്കണം, ചോര കുടിച്ച് എനിക്ക് ദാഹം തീർക്കണം, ചോര കുടിച്ച് ദാഹം തീർക്കുന്ന ആ നെറികേടിന്റെ മക്കളുടെ കഴുത്തറക്കണം, നെറികേടിന്റെ മക്കളുടെ കഴുത്തറക്കണം. അപ്പോ നീ ആ കാക്കാത്തി പെണ്ണിനെ വെറുതെ വിട്ടിട്ടില്ല. ഞാനും ഒന്ന് കാണട്ടാ. മത്താച്ചേട്ടാ, ആ മൊബൈൽ ഇങ്ങ് തരാൻ. വിടറാ, കയ്യിന്ന് വിടറാ. എനിക്ക് പ്രായം 45 ആയിട്ടുള്ളെങ്കിലും ഈ കാര്യത്തിൽ എനിക്ക് കുട്ടികളുടെ മനസ്സാ. ഞാനും ഒന്ന് എൻജോയ് ചെയ്യട്ടാ. നീ ഇതൊക്കെ എന്റെ ഫോണിലേക്ക് ഒന്ന് സെൻഡ് ചെയ്താ. ഇല്ല, അത് ശരിയാവില്ല. ശരിയാകും മോനെ. ഷിബുവിന്റെ രാജിമോൾ എങ്ങനെയാ മരിച്ചേ? കുളത്തി ചാടി. ആരാ അതിന്റെ കാരണക്കാരൻ? ഞാനിതൊക്കെ പുറത്തു പറഞ്ഞാലേ നാട്ടുകാര് നിന്റെ നെഞ്ചിൽ പൊങ്കാലിടും. വേണ്ട മത്താച്ചേട്ടാ, വേണ്ട. രാജിമോളുടെ മരണത്തിന് ഞാൻ മാത്രമല്ല, അതിന്റെ ഒരു പങ്ക് ചേട്ടനും. അതുകൊണ്ട് ഈ കാക്കാത്തിയുടെ കാര്യത്തിലും ഒരു പങ്ക് എനിക്ക് വേണം. പിശുക്കൻ മത്തായിക്ക് ഇതിന് മാത്രം ഒരു പിശുക്കും ഇല്ല പ്രസാദ്. വാ, നമുക്കല്പം മാറി നിന്ന് സംസാരിക്കാം. തെയ്യും തകതൈ ദൂം തകതൈ താതാ തകതാ തകതകതൈ തെയ്യും തകതൈ ദൂം തകതൈ താതാ തകതാ തൈ തകതൈ തെയ്യും തകതൈ തൈ തകതും താതാ തകതാ തൈ തകതൈ തെയ്യും തകതൈ തൈ തകതും താതാ തകതാ തൈ തകതൈ തെയ്യും തകതാ തകതകതൈ താതാ തകതാ തകതകതൈ തെയ്യും തകതൈ ദൂം തകതൈ താതാ തകതാ തകതകതൈ തെയ്യും തകതൈ ദൂം തകതൈ തെയ്യോ തെയ്യോം തെയ്യോ ഹൈ തെയ്യോം തകതോ ഹൈ തെയ്യോം തകതോം 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 തോം ദൈ തെയ്യോം തകറൈ ദൈ ദൈ തെയ്യോം തകറൈ ദൈ ദൈ തെയ്യോം തകറൈ ദൈ ദൈ തെയ്യോം തെയ്യോം തകറൈ ദൈ തെയ്യോം തെയ്യോം തകറൈ 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 മാലോകരെ, കഥയും പാട്ടും വാട്ടവും നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളെ സന്തോഷിപ്പാൻ നാടിനകത്തെ കഥകൾ ചേർത്തൊരു നാടകം. അതില് ഉയരുന്ന നൊമ്പരത്തിന്റെ വേദനയുണ്ട്, സത്യവും മിഥ്യയും സ്വപ്നവുമുണ്ട്. പെണ്ണേ, എന്താ നീ ആടാത്തെ? പെണ്ണേ, ഞാൻ ആടാം, പാടാം. ഇതുവരെ ആരോടും പറയാത്ത നെഞ്ചിലൊതുക്കി വെച്ച ഒരു പെണ്ണിന്റെ കഥ. എന്താ എന്താ എന്റെ പേര്?
തെയ്യോം തക തെയ്യോം തക തെയ് ആർക്കെങ്കിലും അത് അറിയോ? ഏതാ എന്റെ നാട്? മാളോരെ, അതിനുള്ള മറുപടി മൂപ്പർക്ക് പോലും പറയാൻ പറ്റില്ല. മാതാപിതാക്കൾ ഒത്തിരി സ്വപ്നം കണ്ട് പ്രതീക്ഷയോട് വളർത്തിയ ഏക മകള് ഈ പെണ്ണ്. സ്നേഹിച്ച് വിശ്വസിച്ച കാമുകൻ മാംസത്തിന് വില പറഞ്ഞ് പറ്റിച്ച പെണ്ണ്. എപ്പോഴോ ചെയ്ത തെറ്റിന്റെ പ്രതിഫലമായി കാമുകനും സുഹൃത്തുക്കൾക്കും വേണ്ടി ശരീരം പങ്കുവെക്കേണ്ടി വന്നവൾ ഈ പെണ്ണ്. ഇന്റർനെറ്റിലും സോഷ്യൽ മീഡിയയിലും തന്റെ നഗ്നരംഗങ്ങൾ പ്രചരിപ്പിച്ചപ്പോ വീട് വിട്ടിറങ്ങേണ്ടി വന്നവൾ ഈ പെണ്ണ്. എല്ലാം മറന്ന് തെരുവിൽ ആടിയും പാടിയും ജീവിക്കുമ്പോ വീണ്ടും വിലപേശം വന്ന എന്ത് ചെയ്യണം ഞാൻ? നെറികേടിന്റെ മക്കളുടെ തല അറുക്കണം, ചോര കുടിച്ച് ദാഹം തീർക്കണം. മുത്തിയമ്മോ, തെയ്യോം തകതൈ ഇതും തകതൈ തെയ്യോം തകതൈ ഇതും തകതൈ. പെണ്ണിന്റെ മാനത്തിന് വില പറയുന്ന ഈ നെറികെട്ട മക്കളുടെ ചോര. മുത്തിയമ്മോ, ഇതാ പെണ്ണിന്റെ മാനത്തിന് വില പറയുന്ന ഈ നെറികെട്ട മക്കളുടെ ചോര. തെയ്യോം തകതൈ ഇതും തകതൈ തെയ്യോം തകതൈ ഇതും തകതൈ തെയ്യോ തെയ്യോം തെയ്യോ തെയ്യോം തകതോ തെയ്യോം തകതോം 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 തോം ദൈ തെയ്യോം തകതൈ ദൈ ദൈ തെയ്യോം തകതൈ ദൈ ദൈ തെയ്യോം തകതൈ ദൈ ദൈ തെയ്യോം തെയ്യോം തകതൈ ദൈ തെയ്യോം തെയ്യോം തകതൈ 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 നിർത്ത്. അരുത്. നിയമം കയ്യിലെടുക്കാനുള്ള അവകാശം നമുക്കില്ല. മാഷേ, ഈ അപ്പുണ്ണിയുടെ നെഞ്ചില് മുഴുവൻ തീയ. ഈ നെറികേടിന്റെ മക്കൾ പറയുന്നത് ഞാൻ കേട്ടതാ. രാജിമോള് മരിക്കാനുള്ള കാരണം ഇവന്മാരാ. ഇവര് രാജിമോള് ഇവരെ കൊല്ലണം. ഈ നെറികേടിന്റെ മക്കള് കൊല്ലണം. പെണ്ണേ, ഇവരെ കൊന്ന് ഇരുമ്പഴിക്കുള്ളിൽ തീർക്കേണ്ടതല്ല നിന്റെ ജീവിതം. നീ ഇനിയും ജീവിക്കണം. കാക്കരശി നാടകങ്ങളിലൂടെ മറ്റുള്ളവർക്ക് അറിവായി നിനക്ക് പറ്റിയ തെറ്റ് നിന്റെ ജീവിതത്തിലൂടെ തിരുത്തണം. വരും തലമുറയിലെ രാജിമോൾമാർക്ക് വഴിതെറ്റാതിരിക്കാൻ നിന്റെ ജീവിതം അവർക്കൊരു സന്ദേശമാക്കി മാറ്റണം. എന്റെ പെണ്ണ്, പെണ്ണ്. മൂപ്പരെ, മൂപ്പരുടെ കണ്ണുകളിൽ ഇന്നുവരെ ഞാൻ കാമം കണ്ടിട്ടില്ല. പേര് പോലും അറിയാത്ത മൂപ്പരുടെ കൂടെ നടക്കുന്നത് വിശ്വാസം കൊണ്ടാ. മൂപ്പരെ പോലുള്ള, അപ്പുണ്ണിയെ പോലുള്ള, മാഷിനെ പോലുള്ള ആണുങ്ങളാ സ്ത്രീയുടെ ബലം. സമൂഹമേ, നെറികേടിന്റെ മക്കളാകുന്നതിന് പകരം നേരിന്റെ മക്കളാകൂ. സ്ത്രീ അമ്മയാണ്, ഭാര്യയാണ്, മകളാണ്, പെങ്ങളാണ്. ഒരമ്മയില്ലാതെ ഒരു പുരുഷനും ഭൂമിയിലെത്താൻ കഴിയില്ല. മത്തായത്തിനും പ്രസാദ് കുഞ്ഞിനുമുള്ള സമ്മാനമായി പോലീസ് എത്തിയിട്ടുണ്ട്. തെയ്യോ തെയ്യോം തെയ്യോ തെയ്യോം തകതോ തെയ്യോം തകതോം 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 തോം ദൈ തകതൈ തകതൈ തകതൈ. മൂപ്പരെ, പെണ്ണേ, എന്നാ ഇനി നിങ്ങൾ നാടകം കളിക്കുക, ഞങ്ങളതൊന്ന് കാണട്ടെ. പെണ്ണേ, എന്താ മൂപ്പരെ? എന്നാ നമുക്ക് തുടങ്ങിയാലോ? തകൈ തകൈ
തകതകൃതൈ തകതകൃതൈ. പെണ്ണ് ജനിച്ചെന്നാലോ ആദിയാൽ വ്യാധിയുമായി, ആദിയായി പെണ്ണു പിറന്നാൽ കുറ്റങ്ങൾ ഒന്നിനുമീതേ. പെണ്ണെന്നാൽ ഭൂമിക്ക് തുല്യം, ഋതുമതിയാം പുഷ്പവസന്തം, ബാലിക ഭാര്യ അമ്മ, കഥ പറയും മുത്തശ്ശിയായി, ആടിത്തീമിർക്കും നങ്ങിനെ അനവരതം സ്ത്രീജന്മങ്ങൾ. സുഹൃത്തുക്കളെ, ഇന്ന് ഈ ദിവസം ഞങ്ങൾക്ക് ഈ ഒരു നാടകം ഇവിടെ അവതരിപ്പിക്കാൻ വേണ്ടി അവസരം എന്ന കൈരളിയുടെ സാരഥികളെ സാരഥികൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. കുറച്ച് ദിവസങ്ങളുടെ കഠിനമായ പ്രയത്നങ്ങളിൽ കൂടെ നമ്മുടെ ഇവിടെ അവതരിപ്പിച്ച നല്ല ഒരു കലാസ്വാദനമായ ഇഷ്ടപ്പെട്ടോ? അഥവാ ഞങ്ങളുടെ എന്തെങ്കിലും തെറ്റോട് കുറ്റങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ക്ഷമിക്കുക. ഒരു കാര്യം പറഞ്ഞേക്കാം, നിങ്ങൾ ക്ഷമിച്ചില്ലെങ്കിൽ ഞങ്ങൾ ക്ഷമിക്കും. ഓക്കെ, അപ്പൊ ഇവരെല്ലാം നിങ്ങൾക്ക് എല്ലാവരുടെയും പേര് താഴെ കാണാം. അപ്പൊ എല്ലാവർക്കും നന്ദി. ഞങ്ങളെ കോസ്റ്റ്യൂം എത്രയും ഭംഗിയായിട്ട് ചെയ്യാൻ വേണ്ടി പ്രസാദ് ജിത്മി വന്നിട്ടുണ്ടായിരുന്നു. അവർക്കൊരു വലിയൊരു കൈകൊണ്ട് ഉണ്ടാവും. താങ്ക് യു. അപ്പം അവരുടെ പേര് വന്നു, നമ്മളെല്ലാം ചെയ്തു. അപ്പൊ ഞങ്ങളുടെ ഈ പരിപാടികളെ അവതരിപ്പിക്കാൻ അവസരം തന്ന ഈ കൈരളിയുടെ സാരഥികൾക്കും എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനും പ്രത്യേകിച്ച് നിങ്ങൾ ഇത് കണ്ട് ഞങ്ങളെ സഹിച്ചിരുന്ന നിങ്ങൾ ഞങ്ങളുടെ അഭിവാദിക്കും. താങ്ക് യു.